ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാച്ചാണ്. നമുക്ക് കാലിക്കറ്റുമായിട്ടാണ് നമുക്ക് കളി വരുന്നത്. അവർക്ക് ടോസ് കിട്ടി, അവർ ബോളിംഗ് ചൂസ് ചെയ്ത് നമുക്ക് ബാറ്റിംഗ് ആയിരുന്നു വേണ്ടത്. കാരണം കളിച്ച് നിൽക്കുന്നത് തളർന്നിട്ടുണ്ട്. സോ ബാറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു 10 രൂപ റണ്ണ് ഷോർട്ടായി. കാരണം ബാക്കിൽ കളിക്കുന്ന ആൾക്കാരില്ലാഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ 3 ഓവർ 30 റണ്ണൊക്കെ അടിച്ചാണ്. നമ്മുടെ മെയിൻ ടീമാണെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചാണ്. സോ നന്നായിട്ട് കളിച്ചു. ഈ കളി നമുക്ക് ജയിക്കാൻ വേണ്ടി കളിക്കും കേട്ടോ. നല്ല റൺ അടിച്ചിട്ട് 50 റൺ അടി. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹരി 35 ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. ഞാൻ ഓർത്തു കളി ജയിക്കുമായിരിക്കണം. 50 റണ്ണുണ്ട്. അപ്പം ആരൊക്കെയാ? സച്ചു അടിക്കണം, ഹരി അടിക്കണം. ഇപ്പതാ ഇവൻ അടിപൊളി ഒരു ഷോട്ട് അടിച്ച് നിൽക്കുകയാണ്. നീയും അടിക്കണം. 4 പേര് 50 അടിച്ച് 200 ആക്കുക. നമ്മൾ പിന്നെ എറിഞ്ഞു പിടിച്ചോളും കേട്ടോ. നന്നായിട്ട് കളിക്കാൻ എൻജോയ് ചെയ്യാം കേട്ടോ. On completing his 100 wickets. That was a back of the leg ball from Manoj. Batsman bowling for 2 runs and that was a brilliant delivery from Devin. Cutting into the batsman and taking the bails off. Brilliant delivery from Devin. That was a tap. It's a brilliant shot. This time there was a chance created by the bowler. This time, commonly known as the referee to go on. That's a good hit. Very well hit by Sanju through the long on region. Shot. That was again. പോയില്ല Again the covers in the front region. There is no fielding. And the batting team comes Va, 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 va. at 3 runs. കൊള്ളാം വെള്ളം റെഡിയാക്കിക്കോ. വെള്ളം 5 ഓവർ 37-3. That was a brilliant shot by Yadil. Great shot from Yadil. That's another one. That was a good റിസ്കി റൺ വേണ്ട. fight for the loss of 3 wickets. ഷോട്ട് നോ ബോൾ. That was a good ബൗൺസ് അല്ലേ? public region. What is it is for boundaries. This time it's a boundary. That's a nick. Good catch by the keeper and Madhu. Right. So after the completion of 8 overs, it is 68 for the loss of 4 wickets. Yadil played well. This is what that was a very tight. It's not easy to clear the piece of Renoy, but this time Charlie
That's a good catch. Brilliant hit. That was an inside edge. I don't think it will go to the boundary. But that's brilliant running, completing 3 runs by the batting team. That was a slow delivery by Gino, fully utilized by Akshay. Giveaway by the batting team. And got run out when they attempted the 4th one. 2 runs was an easy giveaway by the fielding team. And the final score is 125. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞു. നമ്മൾ 15 ഓവർ 125 റണ്ണാണ് അടിച്ചത്. ഇവിടെ സത്യം പറയുന്നത് ഭയങ്കര ബൗണ്ടറിയൊക്കെ നല്ല ദൂരമുണ്ട്. പിന്നെ ഔട്ട് ഫീൽഡിൽ ഇത്രയും പുല്ല് കിടക്കുന്നതുകൊണ്ട് തന്നെ ബോളൊക്കെ തറയിൽ കൂടെ പോയാലും ഫോർവേഡ് ബോളൊക്കെ അത്യാവശ്യം ഇതിൽ തട്ടി തന്നെ അങ്ങ് നിൽക്കും. അതാണ് എൻ്റെ അവസ്ഥ. ഇവിടെ റണ്ണ് പറഞ്ഞത് ഓടി തന്നെ കളിക്കണം, അതുപോലത്തെ സാധനമാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മാറ്റി കളിക്കുന്നത്. 2 കളി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നാളെ ഒരു കളി കൂടി ഉണ്ട്, അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ ബൗൺസൊക്കെ ഇങ്ങനെ ചാടിയൊക്കെ വരുമല്ലോ, അതുപോലെയാണ് സംഭവം. എന്തായാലും നമ്മൾ ഈ കളി ജയിച്ചിട്ട് വരാം ഗൈസ്. ഇതൊരു സന്തോഷത്തോടെ കളിക്കാന്നുള്ളതാണ്. ജയിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ജയിക്കാം. അതെ, ബോളേഴ്സ് മാക്സിമം നന്നായിട്ട് എറിഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സ് വെയിറ്റ് കുറച്ചറിയാം. ഫാസ്റ്റ് ബോളേഴ്സ് Biju Aluka opens with a beautiful cut shot and it runs away for 4. Beautiful cracking shot, but well fielded by Charlie. Ball has gone way up in the air. Fielder getting ready and drops it. In between, there's a confusion and 2 runs completed. So Divin gets a life right there. Divin is getting full balls after full balls, but this full ball with the full treat with it. A full ball again, this time hit away by Divin to the onside bound. ബൗൾഡ്. Bowled in. Alex has hit it away, but what a catch! What a catch from Charlie! Isn't there? And Charlie with his wicket. Ooh, beautiful ball. കണ്ട ഓ കൊമ്പു എന്തിരടി എവിടെയാടാ? And Boundary. the ball runs away in between the 4. 2 fielders. ഓ The ball hits in the air, into the deep, and long on takes that catch. And that's the കളി തീർന്നോ? ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യും.
നാളെ കളി എപ്പോ തീരുന്നോ അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. It's a big hit. Madhu has hit the ball way up in the air. Keeper drops it this time. Well, Miles. Fifty balls, 71 runs. Yes, Ayub. That's gone. നമ്മൾ രണ്ടാമത്തെ കളി 60 റണ്ണോളം എങ്ങാണ്ട് മാർജിന് വന്നിട്ടുണ്ട് അല്ലേ? അതെ അത് പറയേണ്ട വേറൊരു കാര്യമാണ്. എന്റെ കാല് കഴിഞ്ഞിട്ട് ഓടിയൊക്കെ നിന്ന് അതുപോലെ ഞാനിപ്പോ ഇറങ്ങാതിരുന്ന് ഞാൻ അവിടെ ആരെങ്കിലും റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്ഥാനം പോയല്ലോ. അല്ല അത് വേറൊരു കാര്യം. അത് അവൻ ഇങ്ങനെ ഇറങ്ങാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൗണ്ട് ഇത് പിന്നെ കിട്ടത്തില്ല എന്നുള്ള കാര്യം ഇപ്പൊ നമ്മള് വേറെ നാട്ടിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാലെ കൊണ്ടിട്ട് ഞാൻ പേടിച്ച് പറയാം. എനിക്ക് നല്ല പേടിയുള്ള ആളാണ്. പക്ഷെ ഇവിടെ നമ്മൾ വീണ്ടും ഒരു അവസരം കിട്ടില്ല. ഇപ്പൊ യാതിനാണെങ്കിലും 38 ബോൾ 38 റൺ അടിച്ചപ്പോൾ നമ്മൾ എന്താ പറയാത്തെ, ഇവിടെ അത് എൻജോയ് ചെയ്യാനുള്ള കൊണ്ട ഷോട്ടുകളെല്ലാം അത്രയും കളിക്കണില്ലേ എല്ലാ ബോളും. ഞാനൊക്കെ അവിടെ ചെന്നിട്ട് കണ്ടോ അതുവഴി പോകുന്ന ബോളിന് ഇങ്ങനെ അടിക്കണേ. അതിപ്പോ കറക്റ്റ് ഷോട്ട് കളിക്കണേ. അക്ഷയൻ താങ്ക് യു സോ മച്ച്. പിന്നെ കീപ്പർ എക്സലന്റ് കേട്ടോ. നീ ഒരുപാട് ഇതിനകത്ത് ഇപ്പം അമീർ ഒഴികെ ബാക്കിയുള്ള നല്ല സ്റ്റാർട്ട് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓവർ അടിപൊളിയായിട്ട് നീ ഞാൻ ഓരോ ഓവറേ കൊടുത്തുള്ളൂ. പക്ഷെ നന്നായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാം കേട്ടോ. കാരണം വലിയ ഗ്രൗണ്ട് ഇപ്പഴാണ് നമുക്ക് ആ ഐഡിയ കിട്ടിയത്. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞവരെ കൊണ്ട് രണ്ടൊന്നും ഓടിച്ചു നമ്മൾ പുറത്ത് വയ്ക്കാൻ. അപ്പൊ ഇത്രേ ഉള്ളൂ. സന്തോഷമായിട്ട് ഇന്ന് അടിച്ചു പൊളിച്ച് വൈബാക്കിയിരിക്കുക കേട്ടോ. നാളെ കാണാം കേട്ടോ.